ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജാണ് തരുന്നത് നോക്കാം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പ്രൊട്ടക്ഷൻ, ഡിവൈൻ ബ്ലെസ്സിങ്സ്, എറ്റേണൽ ബോണ്ട്, ചാൻറ്റിങ് ഹോളി നെയിംസ് ആൻഡ് ഡിവൈൻ എനർജി. ഇത്രയും കാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇപ്പോഴുള്ളത് ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അനുകൂല സാഹചര്യമല്ലായിരിക്കാം, എങ്കിലും നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങളിലുള്ള അർപ്പണ മനോഭാവം ഒക്കെ ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും ഭഗവാന് സമർപ്പിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങളുടെ വിഷമതകൾ ഉണ്ടെങ്കിൽ ഭഗവാനിലേക്ക് സറണ്ടർ ആകാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഭഗവാൻ ഉറപ്പായും ഒരു സഹായം തരും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്ത മെസ്സേജിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം തക്കതായ പ്രതിഫലം ഭഗവാൻ തരുന്നതാണ് എന്നാണ് അടുത്ത മെസ്സേജ് ഭഗവാൻ തരുന്നത്. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളെ തേടി വരുന്നതാണ് എന്നുള്ളൊരു സൂചന ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു സ്വസ്ഥവും നിങ്ങളെ സ്വസ്ഥവും ശാന്തവുമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സൊക്കെ നിങ്ങളിലോട്ട് ഭഗവാൻ തന്നുകൊണ്ടിരിക്കുകയാണ് എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇത് ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അതുപോലെ ഇവിടെ എറ്റേണൽ ബോണ്ട്, നിങ്ങളുടെ ആത്മാവ് ഭഗവാനുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഭഗവാന്റെ ഭക്തരായിരുന്നു നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ താൽക്കാലികമായ ആഗ്രഹങ്ങൾ നേടുക എന്നുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ഭഗവാനുമായി കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ ലക്ഷ്യമിടാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഇത്രയേറെ ഭഗവാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളോട്ട് ഒരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് ഇനി ലക്ഷ്യമിടാൻ പറയുന്നത്. അപ്പോൾ ലൗകിക സുഖങ്ങൾ എന്നുള്ള ആ ഒരു മായയിൽപ്പെടാതെ ഭഗവാനിൽ സ്വയം സമർപ്പണം ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ഗ്രേറ്റ് മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്കായി തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഗീത ഡെക്കിൽ കിട്ടിയിരിക്കുന്ന കാർഡ് പ്രകാരം ഭഗവാന്റെ നാമം എപ്പോഴും നിങ്ങൾ പറയുകയും ഭഗവാനെ സ്മരിക്കുകയും ചെയ്യുക. ഇതെല്ലാം പരസ്പരം മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയും ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിനാൽ നിങ്ങൾ സദാ ഭഗവാനെ സ്മരിക്കാനും പ്രാർത്ഥിക്കാനും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് കാരണമാകും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും മന്ത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുക. മായയിൽ നിന്ന് പുറത്തിറങ്ങുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഏതൊരാളാണോ ഭഗവാനിൽ സ്വയം അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് അവർക്ക് മായയിൽ നിന്ന് മുക്തി ലഭിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആണെങ്കിലോ അതുപോലെ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾക്ക് ഇടയിൽ പെട്ട് നിൽക്കുന്നവരാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഭഗവാനിൽ അഭയം പ്രാപിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം സമർപ്പണം ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ വളരെ പ്രിയപ്പെട്ട ഒരു സോൾ തന്നെയാണ് ഭഗവാന്. നിങ്ങളെ അതുപോലെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്. ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം നിങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും ഇവിടെ ഒരു മെസ്സേജ് നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെസ്സേജ്. താങ്ക് യു.